ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു റേസ് എ ഗൺ. സോ നിങ്ങൾ കാത്തിരുന്ന മോഡൽ എക്സാം ടൈം ടേബിൾ വന്നിരിക്കുകയാണല്ലോ. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ പറഞ്ഞിരുന്നു പെട്ടെന്ന് വരും എന്നൊക്കെ പറഞ്ഞു. 17-ാം തീയതി, അതായത് ഫെബ്രുവരി 17-ാം തീയതി തിങ്കളാഴ്ച മൺഡേ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ ദിവസം 2 എക്സാം ഉണ്ട്, നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പണി വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് സംഭവം. 2 എക്സാം ഉണ്ട് ഒരു ദിവസം. അപ്പൊ 17-ാം തീയതി മോർണിംഗ് ഫിസിക്സിന്റെ എക്സാമിനേഷൻ ആണ് വരുന്നത്. ആൻഡ് അതേ ദിവസം ആഫ്റ്റർനൂൺ സെഷനിലെ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമും ഉണ്ടായിരിക്കും. അതായത് ബയോളജി സയൻസുകാർക്ക് വലിയൊരു പ്രശ്നമല്ല, പക്ഷേ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് പ്രശ്നമാണ്. ഒരു ദിവസം 2 എക്സാം. എന്നാൽ ബയോളജി സയൻസുകാർക്ക് അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാവർക്കും 18-ാം തീയതി ട്യൂസ്ഡേ ഫോർനൂണില് മാത്തമാറ്റിക്സിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ തൊട്ടടുത്ത ദിവസം അത് എനിക്കൊന്ന് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ച് 17-ാം തീയതി മോർണിംഗ് ഫിസിക്സിന്റെ എക്സാം, ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം, ഒരു രാത്രി മാത്രമാണ് മാത്തമാറ്റിക്സ് പഠിക്കാൻ. പക്ഷേ ഏറ്റവും കൂടുതൽ +2 പഠിക്കാനുള്ള സബ്ജക്റ്റും അല്ലെ, കൂടുതൽ എല്ലാം പഠിക്കാനുള്ള മാത്തമാറ്റിക്സിലാണ്. ആ മാത്തമാറ്റിക്സ് എക്സാം 18-ാം തീയതി തന്നെ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ 18-ാം തീയതി ഫോർനൂൺ ആണ്. ആൻഡ് 19-ാം തീയതിയാണ് അടുത്ത എക്സാം നടക്കുന്നത്, ബുധനാഴ്ച വെനസ്ഡേ ബയോളജിയുടെ എക്സാം ആണ്. 19-ാം തീയതി ബയോളജിയാണ്. ആഫ്റ്റർനൂൺ സെഷനിലായിരിക്കും ബയോളജിയുടെ എക്സാം നടക്കുക. മനസ്സിലാക്കുന്നത് ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുകയാണ്. 17-ാം തീയതി, 18-ാം തീയതി, 19-ാം തീയതി, ഒരു ദിവസം പോലും ഗ്യാപ്പില്ല പഠിക്കാൻ. അടുത്തത് തൊട്ടടുത്ത ദിവസം 20-ാം തീയതി തേഴ്സ്ഡേ ആണ് എക്സാം. പാർട്ട് 1 ഇംഗ്ലീഷിന്റെ എക്സാം ആണ് 20-ാം തീയതി നടക്കുന്നത്. സോ ഇംഗ്ലീഷ് ആയിരിക്കും 20-ാം തീയതി മോർണിംഗ് സെഷനിൽ. ഞങ്ങൾ എക്സ്പെക്ടിംഗ് ടൈം ടേബിൾ എന്ന് പറഞ്ഞ ആ ടൈം ടേബിളിൽ ചെറിയൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. 2 സബ്ജക്റ്റിന് ഒരു സാറ്റർഡേയും സൺഡേയും ഫ്രീ ഉണ്ടായിരുന്നു. അതുപോലും ഇല്ലാതെയാണ് ഈ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. ആൻഡ് 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജ് ആണ്. മലയാളം, ഹിന്ദി, ഉറുദു തുടങ്ങിയ ലാംഗ്വേജസിന്റെ എക്സാം ആണ് അന്ന് ഉച്ച കഴിഞ്ഞ് നടക്കാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം 21-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട് അല്ലേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി ആണ് വരുന്നത്. കെമിസ്ട്രിയുടെ എക്സാം ആണ്. അപ്പൊ ഒന്ന് ടൈം ടേബിൾ നോക്കിക്കൊള്ളുക. അത് 17-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മോർണിംഗ് ഫിസിക്സ്, ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ്. തൊട്ടടുത്ത ദിവസം 18-ാം തീയതി മാത്തമാറ്റിക്സിന്റെ എക്സാം ആണ്. ആൻഡ് 19-ാം തീയതിയാണ് അടുത്ത എക്സാം വരുന്നത്. ആഫ്റ്റർനൂൺ സെഷനിൽ ബയോളജിയുടെ എക്സാം ആണ്. 20-ാം തീയതി പാർട്ട് 1 ആണ്, ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. 20-ാം തീയതി തന്നെ ഉച്ചയ്ക്ക് ശേഷം മലയാളം, ഹിന്ദി തുടങ്ങിയ സെക്കൻഡ് ലാംഗ്വേജുകളുടെ എക്സാം ആണ്. 21-ാം തീയതി കെമിസ്ട്രി. അതായത് ഒരു സാറ്റർഡേ സൺഡേ പോലും ഇല്ല. സോ അത്രയും അതിനേക്കാൾ ഉപരി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നാണ് പറയുന്നത്. മോഡൽ എക്സാമിന് വേണ്ടി ഇപ്പോഴേ പഠിത്തം തുടങ്ങും. ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ പഠിക്കുക. പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ട് വേണം മോഡൽ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തുടങ്ങാനായിട്ട്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 2 ദിവസം 2 എക്സാമിനേഷൻ വരുന്നുണ്ട്. അതേപോലെ ബയോ സയൻസുകാർക്ക് ഒരു ദിവസം ഇംഗ്ലീഷും മലയാളവും ഒരേ ദിവസം വരുന്നുണ്ട്. സോ നന്നായിട്ട് പഠിക്കുക. ഇതേപോലെയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.